ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യമാണ്. അതിന് മറിയ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ദൂതൻ അവളെ വിട്ടുപോയി. ദൈവശബ്ദം കേട്ട് ജീവിക്കുവാനായി സ്വയം പ്രതിഷ്ഠിക്കുന്ന ദൈവത്തിന്റെ വേലക്കാർക്ക് പോലും തങ്ങളുടെ ഹിതത്തിന് വിപരീതമാണ് ദൈവഹിതമെങ്കിൽ അതിനെ ഓരോ ന്യായീകരണം പറഞ്ഞ് നിരസിച്ചു കളയുന്നു. ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിന്റെ ജീവിതം ഇങ്ങനെയുള്ളവർക്ക് മാതൃകയാകണം. ദൈവമാതാവിന്റെ നാമത്തിൽ നോമ്പ് നോക്കുന്നവരും പെരുന്നാൾ ആഘോഷിക്കുന്നവരും കന്യക മറിയാമിന്റെ ചിത്രങ്ങൾ സൂക്ഷിക്കുന്നവരുമെല്ലാം ദൈവത്തിന്റെ സന്ദേശം സ്വീകരിച്ച് അതിന്റെ ഭയാനകമായ ഭവിഷ്യത്തുകൾ വകവയ്ക്കാതെ ദൈവഹിതത്തിനായി സ്വയം സമർപ്പിച്ച ദൈവമാതാവിന്റെ മഹത്തായ മാതൃക പിന്തുടരേണ്ടിയിരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു കന്യകയോട് അവൾ വിവാഹിതയാകുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്നും ദൈവത്തിന്റെ ദൂതൻ അറിയിക്കുമ്പോൾ അതുവരെ ദൂതനുമായി സംസാരിച്ചിട്ടില്ലാത്ത അവക്ക് താൻ കണ്ടതും കേട്ടതും ഉറക്കത്തിലുണ്ടായ ഏതോ തോന്നലോ സ്വപ്നമോ ആണെന്ന് ഉള്ള ന്യായീകരണം പറഞ്ഞ് അതിനെ തള്ളിക്കളയാമായിരുന്നു. എന്തെന്നാൽ കന്യകയായ ഒരുവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിക്കുമെന്നുള്ള കാര്യം ആര് പറഞ്ഞിരുന്നാലും ആരും വിശ്വസിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുകയില്ല. ദൈവത്തിന്റെ സന്ദേശം അനുസരിക്കുകയാണെങ്കിൽ വിവാഹമെന്ന സ്വപ്നം തകർക്കപ്പെടുമെന്ന് മാത്രമല്ല, ന്യായപ്രമാണ പ്രകാരം തന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്ന അവസ്ഥയായിരുന്നു മുമ്പിലുണ്ടായിരുന്നത്. ഭാവിയിൽ നേരിടേണ്ടി വരുന്ന ഭയാനകമായ ഭവിഷ്യത്തുകൾ വകവെക്കാതെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൂതന്റെ സന്ദേശം അവൾ സമ്പൂർണമായി കൈക്കൊണ്ട് തന്റെ ഭാവി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ചു. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ദൈവഹിതം എത്രമാത്രം അനുസരിക്കുവാൻ കഴിയുന്നുണ്ട്? നമ്മുടെ ലോകമോഹങ്ങൾക്ക് അനുയോജ്യമാകാത്ത ദൈവാലോചനകൾ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞ് നമ്മൾ നിരസിക്കാറുണ്ടോ? ഭാവിയെക്കുറിച്ചുള്ള സുന്ദര സ്വപ്നങ്ങളാണ് ദൈവത്തിന്റെ അരുളപ്പാടിനെ തള്ളിക്കളയുവാൻ നമ്മെ നിർബന്ധിക്കുന്നതെങ്കിൽ, ബാലാക്കിന്റെ ധനവും മാനവും തേടിപ്പോയ ബിലയാമിന്റെ അനുഭവം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മളുടെ കണ്ണുകൾ തുറപ്പിക്കട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് നേരുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ.